ഒരു നിമിഷം നിൽക്കൂ. ധനുരാശിക്കാരെ, ഈ വാക്കുകൾ നിങ്ങൾക്കു വേണ്ടി മാത്രമാണ്. ഇത് വെറും ജ്യോതിഷ് പ്രവചനമല്ല, ഇത് ആകാശം നിങ്ങൾക്കു നൽകുന്ന ഒരു രഹസ്യ സന്ദേശമാണ്. കാലങ്ങളായി നിങ്ങൾ കാത്തിരുന്ന ഒരു ദിവസം ഇപ്പോൾ വരാൻ പോകുന്നു. ആ ദിവസം ഇനി അധികം ദൂരെയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലം ഉണ്ടായിരുന്നു, നിങ്ങൾ സ്വപ്നം കണ്ടതെല്ലാം അകലെ അകലെ പോകുന്നതുപോലെ തോന്നിയ ഒരു കാലം. ക്ഷമിച്ചു, കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടും വിടാതെ പിടിച്ചു. ആ ക്ഷമയ്ക്ക്, ആ കണ്ണീരിന്, ആ ഉള്ളിൽ കൊണ്ടുനടന്ന വേദനയ്ക്ക് ഇന്ന് ഉത്തരം ലഭിക്കാൻ പോകുന്നു. ഗ്രഹങ്ങൾ നിങ്ങൾക്കായി ചലിക്കുന്നു. ബ്രഹ്മാണ്ഡം നിങ്ങൾക്കായി ഒരു വഴി തുറക്കുന്നു. ധനുരാശി, ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം കൊണ്ടു ജനിച്ച ഒരു രാശി. ബൃഹസ്പതിയുടെ അനുഗ്രഹം ഏറ്റവും ശക്തമായി ആവേശിക്കുന്ന ഒരു രാശി. സ്വാതന്ത്ര്യം, ആഴം, ആത്മാവിന്റെ ദാഹം, ഇതെല്ലാം ധനുരാശിക്കാരുടെ ജന്മലക്ഷണങ്ങളാണ്. നിങ്ങൾ ഒരിടത്ത് ഒതുങ്ങി നിൽക്കാൻ ജനിച്ചവരല്ല. നിങ്ങൾ ചക്രവാളങ്ങൾ കടന്ന്, ജീവിതത്തിന്റെ ആഴങ്ങൾ തേടി, ഉത്തരങ്ങൾ കണ്ടെത്തി ജീവിക്കാൻ ജനിച്ചവരാണ്. ഇപ്പോൾ ആ ക്ഷണം വന്നിരിക്കുന്നു. യാത്ര, ഭാഗ്യം, ഈ രണ്ടു കാര്യങ്ങളും ഒരേ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിക്കാൻ പോകുന്നു. ഇതൊരു സ്വപ്നമല്ല, ഇതൊരു ജ്യോതിഷഭ്രമമല്ല, ഇത് ഗ്രഹങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉറപ്പായ യാഥാർത്ഥ്യമാണ്. ആകാശത്ത് ഒരേ ദിശയിൽ നീങ്ങുന്ന ഗ്രഹങ്ങൾ ഒരു ചിത്രം വരയ്ക്കുന്നു. ആ ചിത്രത്തിൽ ധനുരാശിക്കാരുടെ ജീവിതം ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നതായി കാണാം. ഈ മാറ്റം ഒരൊറ്റ ദിവസം കൊണ്ടുവരുന്നതല്ല. ഇത് ആഴ്ചകളായി, മാസങ്ങളായി ഉള്ളിൽ പാകപ്പെടുന്ന ഒരു മഹാപരിവർത്തനമാണ്. ഒരു നദി കരകവിഞ്ഞൊഴുകുന്നതിന് മുൻപ് ഉള്ളിൽ ശക്തി ശേഖരിക്കുന്നതുപോലെ നിങ്ങളുടെ ഭാഗ്യം ഇപ്പോൾ ഉള്ളിൽ തിരതല്ലുകയാണ്. ആ ശക്തി ഉടൻ പുറത്തേക്ക് വരും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ കോണും നിറഞ്ഞൊഴുകും. ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം, ഈ സന്ദേശം ശ്രദ്ധിക്കൂ. ഓരോ വാക്കും നിങ്ങൾക്കു വേണ്ടി മാത്രം എഴുതപ്പെട്ടതാണ്. ഓരോ ഗ്രഹചലനവും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അർത്ഥം ഉണ്ടാക്കുന്നു എന്ന് ഇന്ന് അറിയാൻ പോകുന്നു. ഇത് ശ്രദ്ധിക്കൂ. കാരണം ഇനിയൊരിക്കൽ ഈ ഭാഗ്യ നക്ഷത്ര നിമിഷം തിരിച്ചു വരണമെന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എതിർച്ചയല്ല. ഇത് ഒരു ദൈവിക ക്രമീകരണമാണ്. ഈ നിമിഷത്തിൽ ഈ വാക്കുകൾ നിങ്ങളുടെ ചെവിയിൽ എത്തുന്നു എന്നതിനു പിന്നിൽ ഒരു ഉദ്ദേശ്യമുണ്ട്. ആ ഉദ്ദേശ്യം ഒന്നു മാത്രം: നിങ്ങളുടെ ജീവിതം ഇനി മാറും. നിങ്ങൾ ഇനി ദുഃഖത്തിൽ ഇരിക്കേണ്ടതില്ല. ഈ ഭൂമിയിൽ നിങ്ങൾ ജനിച്ചതിന്റെ ഉദ്ദേശ്യം നിറവേറ്റപ്പെടാൻ പോകുന്നു. ഒരു നിമിഷം ഈ വാക്കുകൾ ഉള്ളിൽ ഒരിക്കൽ കൂടി അനുഭവിക്കൂ. ധനുരാശിക്കാരെ, നിങ്ങളുടെ ജീവിതം ഇനി മാറും. ഈ ഉറപ്പ് ആകാശം നൽകുന്നു. ഈ ദൈവിക സന്ദേശം നിങ്ങളിൽ ഒരു ആത്മീയ സ്പർശം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഈ നിമിഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മാത്രം: നിങ്ങളുടെ ഇഷ്ടദേവരുടെ പേര് ഇപ്പോൾ താഴെ കമന്റ് ചെയ്യൂ. ശ്രീകൃഷ്ണൻ ആണോ, ശിവൻ ആണോ, ഭദ്രകാളി ആണോ, ഗണപതി ആണോ, ആരാണ് നിങ്ങളുടെ ഹൃദയത്തിലെ ദൈവം? ആ നാമം ഇന്ന് ഇവിടെ ഒരിക്കൽ ഉച്ചരിക്കൂ. ആ ദൈവനാമം ഈ ഡിജിറ്റൽ ലോകത്തിൽ ഒരു പ്രാർത്ഥനയായി ഉയരും. നിങ്ങൾ ആ പേര് ടൈപ്പ് ചെയ്യുന്ന ആ ഒരൊറ്റ നിമിഷം, അത് ഒരു ആത്മീയ ചടങ്ങാണ്, ഒരു ആഴമേറിയ ഭക്തിയാണ്. ആ ദൈവം നിങ്ങൾ ഇന്ന് ആ പേര് ഉച്ചരിക്കുന്നത് കേൾക്കും, ഉറപ്പായും. ഈ ദൈവിക ഊർജം ആർക്കൊക്കെ ലഭിക്കണം എന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ആ ആളുകൾക്ക് ഈ സന്ദേശം ഇന്ന് ഷെയർ ചെയ്യൂ. കൂടെ ഒരു ആത്മീയ സ്നേഹം ആ ഷെയറിൽ ഒഴുകും. ഒരു ലൈക്ക്, ആ ചെറിയ ആ ഒറ്റ ആംഗ്യം, ഈ ജ്ഞാനം കൂടുതൽ ആളുകളിൽ എത്തുന്നതിന് സഹായിക്കും. ഒരു കാര്യം കൂടി: ജ്യോതിഷദശ ഫലം, ഗ്രഹനില, വ്യക്തിഗത ജാതകം, വിവാഹ പൊരുത്തം ഇവ അറിയണമെങ്കിൽ ആ വിവരങ്ങൾ കമന്റ് സെക്ഷനിൽ ലഭ്യമാണ്. ഒരു ദൈവ കടാക്ഷം പോലെ ആ ജ്ഞാനം നിങ്ങൾക്ക് കാത്തിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചോദ്യത്തിനും ഉത്തരം ആ ജാതകത്തിൽ ഉണ്ട്. ജനനസമയം, ജനനസ്ഥലം, ജനനതീയതി, ഇവ ആ ദൈവജ്ഞാനത്തിലേക്കുള്ള താക്കോലുകളാണ്. ഇനി ഗ്രഹങ്ങൾ ധനുരാശിക്കാരോട് ഇന്ന് എന്ത് പറയുന്നു എന്ന് നമുക്ക് ആഴത്തിൽ നോക്കാം. ഗ്രഹലോകത്ത് ഇപ്പോൾ ഒരു അഗ്നി ജ്വലിക്കുകയാണ്. ഒരു ദൈവിക പ്രവർത്തനം ആകാശത്ത് നടക്കുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ആത്മാവിന്റെ ഭാഗ്യത്തെ, ദുഃഖത്തെ, വിജയത്തെ, പ്രേമത്തെ ഇവ നിർണയിക്കുന്ന ഒരു ദൈവിക ക്രമീകരണം നടക്കുകയാണ്. ഇതിൽ ഏറ്റവും ശക്തമായ ഫലം ഏറ്റുവാങ്ങാൻ പോകുന്ന ഒരു രാശി ഉണ്ടെങ്കിൽ അത് ധനുരാശിയാണ്. ഗുരു ഭഗവൻ ബൃഹസ്പതി, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ദൈവിക ഗ്രഹം. ധർമ്മം, ഭക്തി, ഭാഗ്യം, ജ്ഞാനം, ഐശ്വര്യം ഇവ ഒക്കെ ഗുരുവിന്റെ കൈകളിലാണ്. ധനുരാശിയുടെ ഉടമ തന്നെ ഈ ഗുരുഭഗവാനാണ്. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്നതുപോലെ ഗുരുധനുരാശിക്കാരെ സ്നേഹിക്കുന്നു, സംരക്ഷിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ഗുരു ഒരു പ്രത്യേക സ്ഥാനത്ത് നിൽക്കുകയാണ്. ആ സ്ഥാനം ധനുരാശിക്കാർക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ഒന്നാണ്. ഇത് ജ്ഞാനം, ദൂരയാത്ര, ഉന്നതാഭ്യാസം, ആത്മീയ ഉണർവ്, ദൈവകൃപ ഇവയുടെ ഭവനങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നു. ദൂരദേശങ്ങളിലേക്ക് ഒരു വഴി തുറക്കുന്നു. ഒരു പ്രത്യേക യാത്ര, ഒരു പ്രത്യേക അവസരം, ഒരു പ്രത്യേക കൂടിക്കാഴ്ച, ഇത് ഗുരുവിന്റെ ഈ സ്ഥാനം കൊണ്ടു ലഭിക്കുന്ന ഒരു ദൈവദാനമാണ്. ഗുരുവിന്റെ ഈ ദൃഷ്ടി ധനുരാശിക്കാരുടെ ഭാഗ്യഭവനത്തിൽ പതിക്കുമ്പോൾ ജീവിതത്തിൽ ദശകങ്ങളായി അടഞ്ഞുകിടന്ന ചില വാതിലുകൾ പെട്ടെന്ന് തുറക്കും. ദൈവദൃഷ്ടിയെ ആരും തടുക്കില്ല. ഏതൊരു ശക്തിക്കും ഗുരുവിന്റെ ഈ കൃപദൃഷ്ടി തടഞ്ഞു നിർത്താൻ ആകില്ല. ഇത് ഒരു ദൈവിക ഗ്യാരണ്ടിയാണ്.
ഇനി ശനി ഭഗവൻ. ശനി ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ന്യായമതിയായ ഗ്രഹം. ഒന്നും കൊടുക്കാതെ ഒന്നും തരില്ല ശനി. കർമ്മം ചെയ്തവർക്ക് ഫലം, അഹങ്കാരം കൊണ്ടുനടന്നവർക്ക് ഒടുക്കം. ഇതാണ് ശനിയുടെ ധർമ്മം. ധനുരാശിക്കാർ ഇക്കഴിഞ്ഞ കാലത്ത് ഒട്ടേറെ കഷ്ടതകൾ അനുഭവിച്ചു. ഒട്ടേറെ നഷ്ടങ്ങൾ, ഒട്ടേറെ പ്രതിബന്ധങ്ങൾ, ഒട്ടേറെ കണ്ണുനീർ. ഇതൊക്കെ ശനിയുടെ ആ ദശയിൽ ഉണ്ടായതാണ്. പക്ഷേ ഇന്ന് ഒരു മാറ്റം വന്നിരിക്കുന്നു. ശനി ഇപ്പോൾ ഒരു ഭിന്ന ഭാവത്തിൽ ധനുരാശിക്കാരോട് ഇടപഴകുന്നു. ആ ഇടപഴകൽ ഇനിയും ഒരു ശിക്ഷ പോലെ അല്ല, ഒരു അംഗീകാരം പോലെയാണ്. ഒരു ഗുരു ശിഷ്യന് നൽകുന്ന അംഗീകാരം. നീ ഇത്രയും ക്ഷമിച്ചു, ഇത്രയും കഷ്ടപ്പെട്ടു, ഇനി നിനക്ക് ഫലം ലഭിക്കട്ടെ. ഇങ്ങനെ ശനി ഈ ഘട്ടത്തിൽ ധനുരാശിക്കാരോട് പറയുന്നു. ശനി ഇപ്പോൾ ധനുരാശിക്കാരുടെ ആദായ ഭവനത്തിനും ഭാഗ്യഭവനത്തിനും കർമ്മഭവനത്തിനും ഉപരിയായ ഒരു ദൃഷ്ടി ചൊരിയുന്നു. ഈ ദൃഷ്ടി ഒരു ഡ്രൈ ലൈറ്റ് ഓൺ ചെയ്യുന്നതുപോലെ ആണ്. ദശകങ്ങളായി ഇരുട്ടിൽ ഇരുന്ന ഒരു മുറിയിൽ പെട്ടെന്ന് വെളിച്ചം വരുന്നതുപോലെ. ആ വെളിച്ചം നിങ്ങളുടെ ജോലി, ഉദ്യോഗം, ആദായം, സ്ഥാനം ഇവ ഒക്കെ ഒരു പുതിയ കോണിൽ കാണിക്കും. ഇത് ഒരൊറ്റ ദിവസം കൊണ്ടുള്ള ഫലമല്ല, ഇത് ആഴ്ചകൾ, മാസങ്ങൾ കൊണ്ട് ഉറപ്പിക്കപ്പെടുന്ന ഒരു ദൃഢഭദ്രമായ ഭാഗ്യഘടനയാണ്. ഒരു ഇഷ്ടിക ഒരു ഇഷ്ടിക ഒരു ഇഷ്ടിക ഇങ്ങനെ വച്ചു ഒരു ദൃഢഭവനം ഉണ്ടാക്കുന്നതുപോലെ ഈ ഗ്രഹഫലങ്ങൾ ഒന്നൊന്നായി ചേർന്ന് ധനുരാശിക്കാരുടെ ജീവിതം പുതുക്കി പണിയും. ഇനി രാഹു, കേതുവിനെ പറ്റി പറയാതെ ഈ ചർച്ച പൂർണ്ണമല്ല. ഈ ഛായാഗ്രഹങ്ങൾ ജ്യോതിഷശാസ്ത്രത്തിലെ ഏറ്റവും നിഗൂഢ ശക്തികളാണ്. ഇവ കർമ്മ ഭൂതകാലത്തിന്റെ പ്രതിനിധികൾ ആണ്. ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ, ഒരു കാരണവുമില്ലാതെ ഒരു ബന്ധം തകരുന്നു, ഒരു കാരണവുമില്ലാതെ ഒരു ജോലി നഷ്ടമാകുന്നു, ഒരു കാരണവുമില്ലാതെ ആരോഗ്യം ക്ഷയിക്കുന്നു. ഇവ ഒക്കെ രാഹുകേതുക്കളുടെ കർമ്മഫലങ്ങളാണ്. ധനുരാശിക്കാർക്ക് ഈ ഘട്ടത്തിൽ രാഹു ഒരു പ്രത്യേക ഭവനത്തിൽ ഇരിക്കുന്നു. ആ ഭവനം ദൂരദേശ ബന്ധം, വിദേശ അവസരം, ഉന്നത വ്യക്തികളുമായുള്ള ബന്ധം ഇവ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഇവിടെ ഉള്ള രാഹു ഒരു ദ്വന്ദ്വഫലം നൽകുന്നു. ഒരു ഭാഗത്ത് അവസരം, മറുഭാഗത്ത് ഒരു ജാഗ്രത ആവശ്യം. ഏത് ഓഫർ ശരിയാണ്, ഏത് ബന്ധം ശ്രദ്ധിക്കണം, ഏതു വഴി സ്വീകരിക്കണം, ഇവ ഇക്കാലത്ത് ധനുരാശിക്കാർ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. കേതു ഈ ഘട്ടത്തിൽ ഒരു ആത്മീയ ജ്ഞാനം നൽകുന്നു. ഭൂതകാലത്തിന്റെ ആഴമേറിയ ഒരു ശ്രേണി ധനുരാശിക്കാരുടെ ഉള്ളിൽ ഉണർന്നു വരുന്നു. ഒരു ആത്മബോധം, ഒരു ആഴചിന്ത, ഒരു ഉള്ളിൽ നിന്നുള്ള ദൈവ ആഹ്വാനം. ഇത് കേതുവിന്റെ ഈ സ്ഥാനത്തിന്റെ ഫലമാണ്. ഈ ആഹ്വാനം ശ്രദ്ധിക്കൂ. ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആ ശബ്ദം ദൈവത്തിൻ്റെതാണ്. ആ ശബ്ദം തള്ളിക്കളയരുത്. ഈ ഗ്രഹബലം ഒക്കെ ചേർന്ന് ഒരു കർമ്മചക്ര പരിവർത്തനം ഇപ്പോൾ ധനുരാശിക്കാരുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. ഒരു ചക്രം അവസാനിക്കുന്നു, ഒരു ചക്രം ആരംഭിക്കുന്നു. ഈ ഇടവേള ഒരു ദൈവദാനമാണ്. ഈ ഇടവേളയിൽ ജ്ഞാനവും ഭക്തിയും ഉള്ളവർക്ക് ഒരു ഉൾക്കാഴ്ച ലഭിക്കും. ആ ഉൾക്കാഴ്ച ജീവിതം മുഴുവൻ വഴി കാണിക്കും. ഈ ഘട്ടത്തിൽ ജീവിതത്തിന്റെ ചില ഘടകങ്ങൾ വളരെ വേഗം ചലിക്കുന്നു. ചിലത് ഈ ഘട്ടത്തിൽ നിർത്തും, ചിലത് ഇനി ഒഴിഞ്ഞു മാറും. ഈ മാറ്റം ഒരു നഷ്ടം അല്ല, ഈ മാറ്റം ഒരു ദൈവക്രമീകരണമാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇരിക്കേണ്ടതല്ല. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. ഈ ഗ്രഹമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും ശക്തമായ സ്വാധീനം ചെലുത്തുമ്പോൾ ആ ഊർജ്ജത്തെ ശരിയായ ദിശയിൽ നയിക്കാൻ നിങ്ങൾക്ക് ഒരു ആത്മീയ കവചം ആവശ്യമാണ്. ഗ്രഹങ്ങളുടെ ശക്തി തടയാൻ ആർക്കും കഴിയില്ല. എന്നാൽ ആ ശക്തിയെ നിങ്ങളുടെ അനുകൂലമാക്കി മാറ്റാൻ ചില കർമ്മ പരിഹാരങ്ങൾക്ക് കഴിയും. ധനുരാശിക്കാരായ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യമായ ആത്മീയ ചികിത്സകൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ ഇവിടെ വ്യക്തമായി പറഞ്ഞുതരാം. ആദ്യത്തെ കർമ്മ പരിഹാരം ദക്ഷിണ ദിശയിലുള്ള ദേവക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടതാണ്. ധനുരാശിയുടെ അധിപനായ ഗുരു ഭഗവാൻ ഇപ്പോൾ ഒരു സങ്കീർണമായ ഗ്രഹസ്ഥിതിയിലാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ഗുരു ബ്രഹ്മക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. ആ ദർശനം വെറും ഒരു ആചാരമല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ ആധ്യാത്മിക ഊർജ്ജത്തെ ഉണർത്തുന്ന ഒരു ശക്തമായ കർമ്മക്രിയയാണ്. ദർശനം നടത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. മനസ്സ് ശൂന്യമാക്കി ഹൃദയം ദൈവത്തിനു മുന്നിൽ തുറന്നുവെച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രം പ്രാർത്ഥിക്കുക. ആ ഒരൊറ്റ ആഗ്രഹം ദൈവഹൃദയത്തിൽ എത്തുന്നത് 1000 ആഗ്രഹങ്ങളെക്കാൾ ശക്തമാണ്. ഇനി രണ്ടാമത്തെ കർമ്മ പരിഹാരം. ശനി ഗ്രഹത്തിന്റെ ആഘാതം ലഘൂകരിക്കാൻ ശനിയാഴ്ച ദിവസം ഒരു ചെറിയ ആചാരം ചെയ്യുക. ആ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ഒരു ദീപം കൊളുത്തി ഹനുമാൻ ഭഗവാനെ ഭജിക്കുക. ഹനുമാൻ ഭഗവാൻ ശനി ഗ്രഹദോഷത്തിൽ നിന്ന് രക്ഷ നൽകുന്ന ഏറ്റവും ശക്തനായ ദേവനാണ്. ഹനുമദ്ഭക്തി ഒരു ദിവസം കൊണ്ട് ഫലം നൽകും എന്ന് കരുതേണ്ട. ഇത് ഒരു ദൈനംദിന ആചാരമാക്കുമ്പോൾ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിലെ ശനി ദോഷങ്ങൾ ഒന്നൊന്നായി അഴിഞ്ഞുപോകും. ശനിക്ക് ക്ഷമ ഇഷ്ടമാണ്, ത്വരിതഗതി ഇഷ്ടമില്ല. ക്ഷമയോടെ ഈ ഭക്തി തുടരുക. മൂന്നാമത്തെ പരിഹാരം ദാനധർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. ഗുരുഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഗുരുവാഴ്ച ദിവസം ഭക്ഷണദാനം ചെയ്യുക. ഒരു പാവപ്പെട്ട വ്യക്തിക്ക് ഭക്ഷണം നൽകുക, ഒരു ക്ഷേത്രത്തിൽ അന്നദാനത്തിൽ പങ്കുചേരുക, അല്ലെങ്കിൽ ഒരു പക്ഷിക്ക് ആഹാരം ഇടുക. ഇവ ചെറിയ ക്രിയകളാണ്, പക്ഷേ ഇവ ഉണ്ടാക്കുന്ന കർമ്മഫലം അതിശക്തമാണ്.
ദാനം ചെയ്യുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ഭാഗ്യശക്തി ഇരട്ടിക്കുകയാണ്. ആ ദാനം ചെയ്ത നിമിഷം ദൈവം നിങ്ങളെ ശ്രദ്ധിക്കുകയാണ്. ഈ ലളിതമായ സത്യം ഒരിക്കലും മറക്കരുത്. ഇനി രാഹുകേതു ദോഷപരിഹാരത്തെക്കുറിച്ച് സംസാരിക്കണം. ഇപ്പോൾ ധനുരാശിക്കാരുടെ ജീവിതത്തിൽ രാഹുകേതു ഒരു ആന്തരിക ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ദോഷം ലഘൂകരിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം ദുർഗാദേവി ഭജനമാണ്. ദേവിയുടെ മഹിഷാസുരമർദിനി രൂപം ആരാധിക്കുമ്പോൾ ഉള്ളിലെ ഇരുണ്ട ഊർജങ്ങൾ ഭസ്മമാകുന്നു. ആദ്യം ദൈവം, പിന്നീട് ഫൽ. ഈ ക്രമം തെറ്റിക്കാതിരിക്കുക. ദേവി ഭക്തരെ ഒരിക്കലും കൈവിടാറില്ല. ഒരു കർമ്മ ഉണർവ് ഉപദേശം കൂടി ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഇക്കാലത്ത് ആർക്കും ദ്രോഹം ചിന്തിക്കരുത്. ആരെക്കുറിച്ചും ദോഷം പറഞ്ഞ് ആ ദോഷം നിങ്ങൾ സ്വയം ഏറ്റുവാങ്ങരുത്. ഗ്രഹസന്ധ്യകളിൽ, വിശേഷിച്ചും ഗ്രഹമാറ്റ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ഇരട്ടി ഫലം നൽകും. നല്ലത് ചെയ്താൽ ഇരട്ടി ഗുണം, ചീത്ത ചെയ്താൽ ഇരട്ടി ദോഷം. ഇത് ഗ്രഹജ്യോതിഷത്തിന്റെ ഒരു അടിസ്ഥാന നിയമമാണ്. ഇക്കാലത്ത് ദയ, ക്ഷമ, നേർമൊഴി, ഈ 3 ഗുണങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആത്മീയ ഉടവാളാകും. ഇനി ഒരു ആത്മീയ ചികിത്സ കൂടി പറയാം. ഇക്കാലത്ത് ദിവസം ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ദൈവനാമം മനസ്സിൽ ജപിക്കുക. ഉറക്കെ പറയേണ്ടതില്ല. ഹൃദയത്തിൽ ഒരു ചെറിയ തീ ജ്വലിക്കുന്നത് പോലെ ആ നാമം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ ജ്വാല ഒരിക്കലും അണഞ്ഞുപോകരുത്. നിങ്ങൾ ഏത് ദൈവത്തെ ആഗ്രഹിക്കുന്നോ ആ ദൈവം നിങ്ങളുടെ ആ ഒറ്റ ജ്വാലയ്ക്ക് വേണ്ടി ഓടിവരും. ഗ്രഹദോഷങ്ങൾ ഭക്തിയോടും ഹൃദയദൃഢതയോടും ഒരിക്കലും ജയിക്കാറില്ല. ഈ ഒരു സത്യം ഉള്ളിൽ ഉറപ്പിക്കുക. ഇനി ഒരു വൈകാരിക ഉണർവ് കൂടി. ഈ ഘട്ടത്തിൽ ആത്മദുഃഖം കൊണ്ട് നിങ്ങൾ ഉള്ളിൽ ഒടിഞ്ഞുപോകരുത്. ജീവിതം ഒരു ദ്വൈത നദിയാണ്. ഒരു ഭാഗം ദുഃഖം, ഒരു ഭാഗം സന്തോഷം. ഇന്ന് നിങ്ങൾ ദുഃഖതീരത്ത് ആണ് എന്ന് തോന്നിയാൽ ഓർക്കുക, ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുക്ക് ഒരിക്കലും നിൽക്കില്ല. ഈ ഗ്രഹ ഊർജ്ജ തരംഗം കടന്നുപോകുമ്പോൾ നിങ്ങൾ ഒരു പുതിയ തീരത്ത് എത്തും. ആ തീരം ഇന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നതിനേക്കാൾ സുന്ദരമായിരിക്കും. ഇനി നമ്മൾ ഈ ഗ്രഹ ഊർജ്ജം ധനുരാശിക്കാരുടെ ഉപജീവന മേഖലയിൽ, കർമ്മ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. ഇത് ഒരുപക്ഷേ നിങ്ങൾ ഏറ്റവും ആകാംക്ഷയോടെ കേൾക്കാൻ കാത്തിരിക്കുന്ന ഭാഗമായിരിക്കും. ധനുരാശിക്കാരെ, ഇപ്പോൾ ആരംഭിക്കുന്ന ഈ ഗ്രഹചക്രം നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ ഒരു ഭൂകമ്പ തുല്യമായ ഒരു മാറ്റം കൊണ്ടുവരും. ഇത് ഒരു ഭീഷണിയല്ല, ഒരു ആത്മീയ വിളിയാണ്. ഗുരുഭഗവാൻ ഒരു കർമ്മക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ആ രാശിക്കാരുടെ ഉപജീവന ഭൂമി ഉഴുതുമറിക്കുകയാണ്. ഉഴുതുമറിക്കൽ ആദ്യം വേദനിക്കും. കർഷകൻ ആ മണ്ണ് ഉഴുതുമറിക്കാതെ ഒരു വിത്ത് പൊട്ടിവിടാൻ കഴിയില്ല. ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഈ ഉഴുതുമറിക്കൽ ഭയക്കേണ്ടതല്ല. ആ ആഴം കൊണ്ട് മാത്രമാണ് ഒരു ഉജ്ജ്വലമായ ഫലം ഉദിക്കുക. ജോലി ചെയ്യുന്ന ധനുരാശിക്കാർ ശ്രദ്ധിക്കുക. ഇക്കാലത്ത് ജോലി സ്ഥലത്ത് ചില നിർണായകമായ നിമിഷങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷേ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ ജോലിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു ഘട്ടം ഇതായിരിക്കും. ഇത് ഭയക്കേണ്ടതില്ല. ഈ നിരീക്ഷണം ഒരു അദൃശ്യ അവസരമായി രൂപാന്തരപ്പെടും. ആദ്യ 7 ദിവസം ജോലി ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തുക. ആർക്ക് ഉത്തരം പറയുന്നുവോ ആ വ്യക്തിക്ക് നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നതിനേക്കാൾ നിങ്ങൾ ആ ജോലിയിൽ എങ്ങനെ ഉണ്ടെന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ജ്യോതിഷ ഭാഷയിൽ പറഞ്ഞാൽ, ഗ്രഹം ഇപ്പോൾ കർമ്മഭാവം ഉണർത്തുകയാണ്. ഉദ്ദേശശുദ്ധിയുള്ള ഓരോ ജോലിക്കും ഇരട്ടി ഫലം ലഭിക്കും. ആദ്യ 7 മുതൽ 14 ദിവസങ്ങൾക്കിടയിൽ ഒരു സ്ഥലം മാറ്റം, ഒരു ഉദ്യോഗ ഉയർച്ച, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം, ഇവ ഏതെങ്കിലും ഒന്ന് ഉണ്ടാകാൻ ഉള്ള സാധ്യത ഇക്കാലത്ത് ഏറ്റവും അധികമാണ്. ഇത് വരുമ്പോൾ ആലോചിച്ചു നോക്കുക, ഈ ഉദ്ദേശം ഞാൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. ആ ആത്മബോധ്യം നിങ്ങൾക്ക് ആ തീരുമാനം ധൈര്യത്തോടെ എടുക്കാൻ ഊർജം നൽകും. ഇക്കാലത്ത് ഒരു കാര്യം ഒഴിവാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ജോലി സ്ഥലത്ത് ആരോടും അനാവശ്യ തർക്കത്തിന് ഇറങ്ങരുത്. ശനിഭഗവാൻ ഇക്കാലത്ത് ഒരു നടുവൊടിക്കൽ ശക്തിയോടെ ചില ആൾക്കാർക്ക് ഉദ്ദേശ്യഭ്രംശം ഉണ്ടാക്കും. ആ ആൾക്കാർ നിങ്ങളെ വ്യർത്ഥ സംഘർഷങ്ങളിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിക്കും. ആ ആകർഷണത്തിൽ വീഴരുത്. ഒരു ആത്മീയ ഭ്രമരം പോലെ ഏത് കൊടുങ്കാറ്റുണ്ടെങ്കിലും ഉള്ളിൽ ശാന്തമായി കറങ്ങിക്കൊണ്ടിരിക്കുക. ആ ശാന്തത നിങ്ങളെ രക്ഷിക്കും. ഇനി ബിസിനസ് ചെയ്യുന്ന ധനുരാശിക്കാർ ശ്രദ്ധിക്കുക. ഇക്കാലത്ത് ഒരു ഗ്രഹദ്വൈത ഊർജം ബിസിനസ് ഭൂമിയിൽ വ്യക്തമായി അനുഭവപ്പെടും. ഒരു ഭാഗം ഒരു ഉജ്ജ്വലമായ അവസരം തുറക്കുകയും മറ്റൊരു ഭാഗം ഒരു ചെറിയ ആൻ കരകവിഞ്ഞ് ഒഴുക്ക് ഉണ്ടാക്കുകയും ചെയ്യും. ഈ ദ്വൈത അനുഭവം ആദ്യ 7 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടും. ഒരു ബിസിനസ് ഇടപാടിൽ ഒരു ചെറിയ ആശങ്ക തോന്നിയാൽ ആ ഇടപാട് ധൃതിയിൽ തീരുമാനിക്കരുത്. ഗ്രഹജ്യോതിഷം പറയുന്നത് ഇതാണ്. ഗുരു ഉള്ളിൽ ഒരു ജ്ഞാനജ്വാല കൊളുത്തുമ്പോൾ ആ ജ്വാല ഒന്ന് ജ്വലിച്ചിട്ടേ ആ ഇടപാടിൽ കടക്കൂ. ആദ്യ 7 ദിവസങ്ങൾ ഒരു ബിസിനസ് ഒരുക്ക ഘട്ടമാണ്. ഈ 7 ദിവസം ഒരു പുതിയ ബിസിനസ് ആലോചന ഉണ്ടെങ്കിൽ അത് ആരുമായെങ്കിലും ആദ്യം ചർച്ച ചെയ്യുക. ഒറ്റയ്ക്ക് തീരുമാനിക്കരുത്. ഗ്രഹ ഊർജം ഇക്കാലത്ത് ഒരു ഒരൊറ്റ കൺകൊണ്ടുള്ള കാഴ്ചയ്ക്ക് ഇഷ്ടമല്ല. ഒരു ഒറ്റക്കൻ കാഴ്ചയ്ക്ക് ചില ദൃഷ്ടിദോഷ ഊർജം ഉണ്ടാകും. മറ്റൊരു വ്യക്തിയുടെ ദൃഷ്ടി കൂടി ചേർക്കുമ്പോൾ ആ ദൃഷ്ടിദോഷം ഇരട്ടി ദൃഷ്ടിയിൽ ഇല്ലാതാകും. ഈ ജ്ഞാനം ബിസിനസ് ജ്യോതിഷത്തിന്റെ ആഴമുള്ള ഒരു ഉപദേശമാണ്.
ഇനി 7 ദിവസം മുതൽ 14 ദിവസം വരെ ബിസിനസ് ഭൂമിയിൽ ഒരു ഉണർവ് ഊർജം ഉണ്ടാകും. ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ബിസിനസ് ബന്ധം, ഒരു ഉൽപ്പന്നം ഒരു പ്രത്യേക ഘടകം കൊണ്ട് ചൂടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു ഉദ്യോഗ ലോകത്തു നിന്ന് ഒരു ക്ഷണം. ഇവ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാകാൻ ഉള്ള ഗ്രഹ ഊർജ്ജ സൂചന ഉണ്ട്. ഈ ഊർജ്ജ സൂചന ഒരു ദൈവഭ്രമരം ഇടുന്നത് പോലെ ഒരു ക്ഷണനേരം മാത്രമേ ഉണ്ടാകൂ. ആ ക്ഷണനേരം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുക. ആ ഒരൊറ്റ ക്ഷണനേരം ഒരു ജീവിതകാലം ഓർക്കേണ്ട ഒരു ഭൂദൈവ ദർശനം ആകും. ഇനി ധനം, സമ്പദ്ഘടനയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കണം. ഇക്കാലത്ത് ധനുരാശിക്കാർ ഒരു ഒഴുക്ക് ഊർജം അനുഭവിക്കും. ഒരു ഭാഗം പണം വരുന്നുണ്ട്, ഒരു ഭാഗം പണം ഒഴുകുന്നുമുണ്ട്. ഈ ഒഴുക്ക് ഒരു നദി മഴക്കാലത്ത് ഒഴുകുന്നത് പോലെയാണ്. ഒരു ഭൂമിജ്ഞാനി ആ ഒഴുക്കിൽ ഒരു ചെറിയ കല്ല് തടയണ ഇടും. ഒഴുക്ക് നിൽക്കില്ല, പക്ഷേ പ്രിയപ്പെട്ട ധനുരാശിക്കാരെ, ഇപ്പോൾ നമ്മൾ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന ഒരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ജീവിതത്തിൽ പണവും തൊഴിലും മാത്രമല്ല, സ്നേഹവും ബന്ധങ്ങളും കുടുംബവും ആരോഗ്യവും ഒക്കെ ചേർന്നാണ് ഒരു മനുഷ്യൻ പൂർണ്ണനാകുന്നത്. ആ പൂർണ്ണതയിലേക്കുള്ള വഴി ഇപ്പോൾ ധനുരാശിക്കാർക്ക് തുറക്കപ്പെടുകയാണ്. ഗ്രഹങ്ങൾ ഒരുക്കിവച്ചിരിക്കുന്ന ഈ അത്ഭുതകരമായ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഉള്ളിലെ ഓരോ ആഗ്രഹവും, ഓരോ പ്രാർത്ഥനയും, ഓരോ കണ്ണീർ തുള്ളിയും ദൈവം കേട്ടിരിക്കുന്നു. ഇപ്പോൾ ഉത്തരം വരാൻ സമയമായി. സ്നേഹബന്ധങ്ങളുടെ കാര്യം ആദ്യം പറയാം. ധനുരാശിക്കാർ സ്വഭാവത്തിൽ വളരെ ഉദാരമനസ്കരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഉരുകിത്തീരാൻ ഇവർ ഒരു നിമിഷം പോലും ആലോചിക്കില്ല. എന്നാൽ പലപ്പോഴും ആ ഉദാരത ദുർബലതയായി മനസ്സിലാക്കപ്പെടുന്നു. ബന്ധങ്ങളിൽ നിങ്ങൾ കൊടുക്കുന്നത്ര തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന ഒരു വേദന ധനുരാശിക്കാരുടെ ഉള്ളിൽ അടങ്ങാതെ കിടക്കുന്നുണ്ട്. ഈ കാലഘട്ടം ആ വേദനയ്ക്ക് ഒരു ഉത്തരം നൽകും. ഗുരു ഭഗവാൻ ഇപ്പോൾ 7ാം ഭാവത്തിന്റെ ദൃഷ്ടി നൽകുന്ന സ്ഥാനത്ത് നിൽക്കുമ്പോൾ ദാമ്പത്യ ബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലും ഒരു പുതിയ ഊഷ്മളത ജനിക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു അനുഗ്രഹകാലമാണ്. വർഷങ്ങളായി ഒരു തടസ്സം നിൽക്കുന്നതായി തോന്നിയവർക്ക് ആ തടസ്സം ഇനി നീങ്ങുകയാണ്. ഗ്രഹനിലയൊരുക്കുന്ന ഈ ഘട്ടത്തിൽ 7ഉം 9ഉം ഭാവങ്ങൾ ഒരേ സമയം ശക്തി കൈക്കൊള്ളുമ്പോൾ ഭാഗ്യകരമായ ഒരു ബന്ധം ജീവിതത്തിൽ വരാൻ ഒരുങ്ങുകയാണ്. ചില ധനുരാശിക്കാർ ഒരുപക്ഷേ ഈ ലഗ്നത്തിൽ ഇരിക്കുമ്പോൾ ഒരാളെ ഓർക്കുന്നുണ്ടാകും. ദൂരെ ഇരിക്കുന്ന ഒരാളെ, മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരാളെ. ആ ആൾ ഈ ഘട്ടത്തിൽ തിരിച്ചുവരും. അഥവാ ആ ബന്ധം ഇനി ശരിയായ ദിശ നേടും. ഗ്രഹങ്ങൾ ഒരൊറ്റ കാര്യം ഉറക്കെ പറയുന്നുണ്ട്. ഏതു ബന്ധവും സ്നേഹത്തോടെ ആരംഭിക്കുകയും ക്ഷമയോടെ നടത്തുകയും ചെയ്താൽ അത് ഈ കാലത്ത് ഫലം ചൂടും. ഇതിനകം വിവാഹിതരായവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഒരു പുനർജന്മം ഉണ്ടാകും. ചിലർക്ക് ദീർഘകാലമായി ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ തമ്മിൽ ഒരകൽച്ച ഉണ്ടായിരുന്നിരിക്കാം. വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയ ഹൃദയങ്ങൾ, അഭിമാനം കൊണ്ട് അകന്ന ബന്ധങ്ങൾ, ഇവയ്ക്കൊക്കെ ഈ കാലം ഒരു ചികിത്സ കൊണ്ടുവരും. ശുക്രൻ 9ാം ഭാവത്തിൽ ഭ്രമണം ചെയ്യുമ്പോൾ ദാമ്പത്യ ഭാഗ്യം ഉദ്ദീപ്തമാകും. ഒരു ചെറിയ യാത്ര, ഒരു ക്ഷേത്ര ദർശനം, ഒരു ഒന്നിച്ചൊരു ഭക്ഷണം, ഇത്ര ചെറിയ കാര്യങ്ങൾ കൊണ്ട് ആ ബന്ധം വീണ്ടും ചൂടുനേടും. ഗ്രഹങ്ങൾ നൽകുന്ന ഊർജം ഉപയോഗിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇനി കാത്തിരിക്കരുത്, ആദ്യം ഒരു ചുവട് വയ്ക്കൂ. പ്രണയബന്ധങ്ങളിൽ ഉള്ളവർക്ക് ഈ ഘട്ടത്തിൽ ഒരു സ്ഥിരത വരും. ചിലർ ആലോചിക്കുന്നു, ഈ ബന്ധം ശരിയാണോ, ഇനി മുന്നോട്ടു പോകണോ? ആ ചോദ്യത്തിന് ഉത്തരം ഈ കാലം തരും. ഗ്രഹശക്തികൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു: ശരിയായ ബന്ധം ഈ കാലത്ത് ദൃഢമാകും, തെറ്റായ ബന്ധം ഈ കാലത്ത് അകലും. ഇത് ദൈവത്തിന്റെ ഒരു ക്രമീകരണമാണ്. ഭഗവാൻ ആ ബന്ധം നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടോ നിങ്ങൾക്കറിഞ്ഞതുകൊണ്ടോ കൊണ്ടുവരുന്നില്ല. ഭഗവാൻ ആ ബന്ധം നിങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ, ഉണ്മ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ആ ദൈവ ഇഷ്ടത്തെ വിശ്വസിക്കൂ. സ്നേഹം ഒരിക്കലും ആവശ്യപ്പെടേണ്ടതല്ല, അത് സ്വാഭാവികമായി ഒഴുകിവരുന്നതാണ്. ആ ഒഴുക്ക് ഇനി ആരംഭിക്കും. കുടുംബ ബന്ധങ്ങളിൽ ചില ധനുരാശിക്കാർ ഏറെ സഹനം ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് മാതാപിതാക്കൾ, മറ്റൊരു ഭാഗത്ത് ജീവിത പങ്കാളി, ഇടയ്ക്ക് ഒരു ത്രിശൂലം പോലെ ഉള്ളിൽ കൊള്ളുന്ന ഒരു അവസ്ഥ. ഈ ഘർഷണം ഈ കാലത്ത് ലഘൂകരിക്കപ്പെടും. ഗുരു ഭഗവാൻ കുടുംബ ഐക്യത്തിനു വേണ്ടി ഒരു ദൂതനെ അയക്കും. അത് ഒരു ഉൾവിളി ആകാം, ഒരു സംഭവം ആകാം, ഒരു ആൾ ആകാം. ആ അടയാളം തിരിച്ചറിഞ്ഞ് കൈനീട്ടി സ്വീകരിക്കൂ. ഇനി ആരോഗ്യ വിഷയത്തിലേക്ക് വരാം. ധനുരാശിക്കാർ പൊതുവെ ശക്തരാണ്, ദൃഢഹൃദയരാണ്. പക്ഷേ ഈ ശക്തി ചിലപ്പോൾ ക്ഷീണത്തെ മൂടിവയ്ക്കും. ഈ ഘട്ടത്തിൽ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. ശനി ഗ്രഹം 6ാം ഭാവത്തിൽ ദൃഷ്ടി ചെലുത്തുമ്പോൾ ശരീരം ഒരു ചെറിയ സൂചന തരും. ആ സൂചനയെ അവഗണിക്കരുത്. ഉദരരോഗങ്ങൾ, കാൽവേദന, അരക്കെട്ടിനു ചുറ്റുമുള്ള ശരീരഭാഗങ്ങൾ, ഇവ ഈ ഘട്ടത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ധനുവിന്റെ ജ്യോതിഷ ലഗ്നഭാവം ദേഹത്തിന്റെ ഉള്ളിലെ ഊർജ്ജ കേന്ദ്രങ്ങളോട് ബന്ധപ്പെട്ടതാണ്. അതിനാൽ ഉൾഭാഗ ആരോഗ്യം ഈ കാലം ഒന്ന് പരിശോധിക്കൂ. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഈ ഘട്ടത്തിൽ ഒരു ചികിത്സ ഫലവത്താകും. ദീർഘകാലമായി ഒരു രോഗം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു ശരിയായ ഡോക്ടറെ കണ്ടെത്തും, ഒരു ശരിയായ ചികിത്സ ലഭിക്കും. ഇത് ഗ്രഹ അനുകൂലതയുടെ ഒരു ഫലമാണ്. ദൈനംദിന ജീവിതത്തിൽ ഭക്ഷണക്രമം ഒന്ന് ശ്രദ്ധിക്കൂ. ഭഗവത് പ്രസാദം ഭക്ഷിക്കൂ,
ഭഗവത്ഗീത ഒരു ശ്ലോകമെങ്കിലും ദിനംതോറും വായിക്കൂ. ഈ ആചാരങ്ങൾ ആരോഗ്യ ഊർജം ഉണർത്തും. ശരീരം ഒരു ദേവാലയമാണ്, അതിനെ ആ ആദരവോടെ കൈകാര്യം ചെയ്യൂ. ഉറക്കക്കുറവ് ഈ ഘട്ടത്തിൽ ചിലർക്ക് ഉണ്ടാകാം. ചിന്തകൾ ഉരുണ്ടുവരും, ഭൂതകാലം ഓടിവരും, ഭവിഷ്യത്ത് ഭയം ഉണ്ടാകും. ഈ ഘട്ടത്തിൽ ഉറങ്ങും മുൻപ് ഭഗവത് ഭജനം കേൾക്കൂ, ഒരു ദീപം കൊളുത്തു. ഉള്ളിൽ ഒരു ശാന്തി ഉദിക്കും. ഗ്രഹങ്ങൾ ഒരു കാര്യം ഉറപ്പുതരുന്നു: ഈ ഘട്ടം കഴിഞ്ഞാൽ ഉറക്കം തിരിച്ചുവരും, ശരീരം ഉണർന്നുവരും, ജീവനിൽ ഒരു പുതിയ ഉത്സാഹം ഉദിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളവർക്ക് ഈ ഘട്ടം ഒരു ഊർജം പകരും. ഉന്നത പഠനം ആഗ്രഹിക്കുന്ന ധനുരാശിക്കാർക്ക് ഒരു നല്ല അവസരം ഈ കാലത്ത് വരും. ഒരു പ്രവേശന പരീക്ഷ, ഒരു സ്കോളർഷിപ്പ്, ഒരു മഹത്തായ അധ്യാപകനുമായുള്ള കണ്ടുമുട്ടൽ, ഇവ ഈ കാലത്ത് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. 9ാം ഭാവം ഭാഗ്യത്തിന്റെ ഭാവം മാത്രമല്ല, ജ്ഞാനത്തിന്റെ ഭാവം കൂടിയാണ്. ആ ഭാവം ഇപ്പോൾ ശക്തമാകുമ്പോൾ അറിവ് നിങ്ങളെ തേടിവരും. ജ്ഞാനം ഒരു ആഭരണം. ആ ആഭരണം ഇക്കാലത്ത് ധനുരാശിക്കാരുടെ ജീവിതത്തിൽ ഒരിടത്ത് ചേരും. യാത്ര, വിദേശ അവസരങ്ങൾ. ഇക്കാര്യത്തിൽ ധനുരാശിക്കാർക്ക് ഇക്കാലം ഏറെ ഭാഗ്യകരമാണ്. 9ാം ഭാവം ദീർഘദൂര യാത്രകളോടും 9ാം ഭഗവത് അനുഗ്രഹം ഉള്ള ദേശങ്ങളിലേക്കുള്ള ബന്ധത്തോടും ചേർന്നതാണ്. ഒരു ദീർഘദൂര യാത്ര ഈ കാലത്ത് നടക്കും. അത് ആനന്ദദായകമായ ഒരു അനുഭവം ആകും. വിദേശത്തുള്ള ധനുരാശിക്കാർക്ക് ഒരു നല്ല ജോലി, ഒരു നല്ല ബന്ധം, ഒരു വിസ ഭേദഗതി, ഇവ ഈ ഘട്ടത്തിൽ ഫലം നൽകും. ദൂരദേശ ഭ്രമണം ഈ കാലത്ത് ഉണ്ടാകും. ആ യാത്ര ഒരു ഭാഗ്യ തുറസ് ആകും. ഇനി ഒളിഞ്ഞ അപകടങ്ങൾ. ഈ ഘട്ടത്തിൽ ഒരു ഒളിഞ്ഞ ശത്രു ഉണ്ടാകാം. ഒരു ആൾ ചിരിച്ചുകൊണ്ട് ദ്രോഹം ചെയ്യും. ആ ആൾ ആരെന്ന് ഈ ഘട്ടം തന്നെ വ്യക്തമാക്കും. ഏതൊരു ബന്ധത്തിലും ഇക്കാലത്ത് ഒരൽപ്പം ജാഗ്രത ആവശ്യമാണ്. ധനം കടം കൊടുക്കരുത്. ഒപ്പിടാതെ ഒന്നും ഔദ്യോഗികമായി ചെയ്യരുത്. ഒരു ദൈവബലം ഉണ്ടെങ്കിലും ആ ദൈവബലം ഉപയോഗിക്കേണ്ടത് ജ്ഞാനത്തോടെയാണ്. ശക്തിയും ജ്ഞാനവും ഒന്നിക്കുമ്പോഴാണ് ജീവിതം ഭദ്രമാകുന്നത്. ആകസ്മിക നേട്ടങ്ങൾ. ഇക്കാലത്ത് ചില ധനുരാശിക്കാർക്ക് ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒരു ഭാഗ്യം ഉദിക്കും. ഒരു ലോട്ടറി ഭാഗ്യം ആകണമെന്നില്ല. ഒരു ഭൂമി ഇടപാട്, ഒരു പഴയ കടം തിരിച്ചുകിട്ടൽ, ഒരു ബന്ധത്തിൽ നിന്നുള്ള ഒരു ദാനം, ഒരു അപ്രതീക്ഷിത ഇൻഷുറൻസ് ആനുകൂല്യം, ഇവ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ദൈവം കൊണ്ടുവരും. 9ാം ഭാവഭാഗ്യം ഒരിക്കൽ ഒഴുകാൻ ആരംഭിച്ചാൽ അത് ഒരു ഗ്രഹകൃപ ആകും. ഇപ്പോൾ ഈ ലഗ്നത്തിൽ ഇരുന്ന് ഈ വചനങ്ങൾ കേൾക്കുന്ന ധനുരാശിക്കാരെ, നിങ്ങളിൽ ഒരു ഭൂകമ്പം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ഒരു ആത്മഭൂകമ്പം. ജ്യോതിഷ ചരിത്രത്തിൽ ചുരുക്കം ചില ഘട്ടങ്ങൾ മാത്രമുണ്ടാകും. ഒരു ജന്മത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഗ്രഹയോഗ സമ്പർക്കം. ആ ഘട്ടം ഇപ്പോൾ ധനുരാശിക്കാർക്ക് ആഗതമാകുകയാണ്. ഗുരുവും ശനിയും ഒരേ ദിശയിൽ ദൃഷ്ടി ചെലുത്തുമ്പോൾ, 9ാം ഭാവഭഗ്യേഷൻ ഉദിക്കുമ്പോൾ, ലഗ്നേഷൻ ബലവാൻ ആകുമ്പോൾ, ഒരു വ്യക്തിയുടെ ജീവിതം ഒരു ദേവഗ്രന്ഥത്തിൽ പേജ് മറിഞ്ഞ പോലെ ഒരു പുതിയ അധ്യായം ആരംഭിക്കും. ഇത് ഒരു ജ്യോതിഷ ഉദ്ദേശ്യ പ്രസ്താവനയല്ല. ഇത് ഒരു കർമ്മഗ്രഹ യാഥാർത്ഥ്യമാണ്. ഈ അപൂർവ ഘട്ടത്തിൽ ധനുരാശിക്കാരുടെ ഭൂതകാലത്തിലെ ഓരോ കർമ്മഭണവും ഒന്നൊന്നായി തീർക്കപ്പെടും. ചിലർ ആ ബണത്തിന്റെ ഭാരം ആരോഗ്യ പ്രശ്നങ്ങളായി അനുഭവിച്ചു. ചിലർ ധനക്ലേശമായി, ചിലർ ബന്ധദുഃഖമായി. ഇനി ആ ക്ഷണം മോചനം ആകും. ഒരു ഭൂഭാരം ഇറക്കി വച്ചതുപോലെ ഒരു ഹൃദ്ഭാരം ഇറങ്ങുന്ന ആ അനുഭൂതി ഈ ഘട്ടത്തിൽ നിങ്ങൾ ഓരോ ദിവസവും അനുഭവിക്കാൻ ആരംഭിക്കും. ജന്മജന്മാന്തരങ്ങളായി ചുമന്ന ഒരു ഭാരം ഈ ജന്മത്തിൽ ഈ ഘട്ടത്തിൽ ഇറങ്ങിപ്പോകും. ഇതിന്റെ ഒരു ലക്ഷണം, ഒരു ദിവസം പ്രഭാതത്തിൽ ഉണർന്ന് ഉടൻ ഒരു ആനന്ദം അനുഭവപ്പെടും. ഒന്നും സംഭവിച്ചിട്ടില്ലാതെ, ഒരു കാരണവും ഇല്ലാതെ ഒരു ആനന്ദം. ആ ആനന്ദം കർമ്മഭാരം ഇറങ്ങിപ്പോകുന്നതിന്റെ ദൈവലക്ഷണമാണ്. ഈ ഗ്രഹഘട്ടത്തിൽ ഒരു ആത്മീയ ഉണർവ് ഉണ്ടാകും. ദൈവത്തോടുള്ള ഒരു ആഴമേറിയ ബന്ധം ജനിക്കും. ക്ഷേത്രദർശനം, ഭജനം, ഗ്രന്ഥപഠനം, ഈ ഘട്ടത്തിൽ ഒരു ആകർഷണം ഉണ്ടാകും. ആ ആകർഷണം ദൈവവിളിയാണ്. ആ വിളിക്ക് ഉത്തരം ചൊല്ലൂ. ഒരു ഗുരുദർശനം ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ഒരു ജ്ഞാനഗ്രന്ഥം, ഒരു ഭക്തിഗ്രന്ഥം ഈ ഘട്ടത്തിൽ നിങ്ങളുടെ കൈകളിൽ ദൈവം കൊടുക്കും. ആ ഗ്രന്ഥം